അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നികുതി കുറയ്ക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബില്ല് ഇതോടെ നിയമമായി മാറിയിട്ടുണ്ട്. നേരത്തെ സെനറ്റും ജനപ്രതിനിധി സഭയും ബിൽ പാസാക്കിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള വിശാലമായ നയങ്ങൾക്ക് പണം കണ്ടെത്താൻ ഇതോടെ ട്രംപിന് സാധ്യമാകും. വിവരങ്ങളുമായി ഐസൻ ജോസാണുള്ളത്. ഐസൻ, വിശദാംശങ്ങൾ. അതായത് അമേരിക്കൻ കോൺഗ്രസിലെ രണ്ട് സഭകളും സെനറ്റും അതുപോലെ തന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഈ ബില്ലിനെ അംഗീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് സംഭവിച്ചത്. ജൂൺ 4-നുള്ളിൽ ബില്ലുകൾ പാസ്സാക്കണമെന്ന നിർദ്ദേശം ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധി സഭയിൽ 218 വോട്ടുകൾ നേടി, 214-നെതിരെ 218 വോട്ടുകൾ നേടി വിജയിക്കുകയും സെനറ്റിൽ അത് ചെയർമാൻ്റെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ കാസ്റ്റിംഗ് വോട്ടോടെ വിജയിക്കുകയും ചെയ്തു. കടപരിധി, അതായത് ആ രാജ്യത്തിൻ്റെ വാർഷിക കടപരിധി അല്ലെങ്കിൽ കടപരിധി എന്ന് പറയുന്ന ലിമിറ്റ് $5 ട്രില്യൺ ഉയർത്തുക എന്നതാണ് ഈ ബില്ലിൻ്റെ ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ ഈ മറ്റ് ചില നടപടികൾ, അതായത് ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള ചില നീക്കങ്ങളുമുണ്ട്. അത് പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പല പാരിസ്ഥിതിക വിഷയങ്ങളുടേതെന്ന പേരിൽ പല ചെലവുകളും കുറയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ചെലവുകളെല്ലാം തന്നെ ശക്തമായി ആ നിലപാടുകളെല്ലാം തന്നെ മാറ്റിമറിച്ച് കൂടുതൽ ശക്തമായ രീതിയിൽ തങ്ങളുടെ നാച്ചുറൽ റിസോഴ്സസിനെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അത് ലഭ്യമാക്കുക, കൃത്യമായി അത് പ്രയോജനപ്പെടുത്തുക എന്ന കൃത്യമായൊരു ലക്ഷ്യം ട്രംപിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള സ്പെൻഡിങ് ബില്ലുകളും അതുപോലെ തന്നെ ചെലവഴിക്കലിനുള്ള അനുമതിയും അതുപോലെ തന്നെ കടപരിധി ഉയർത്തുന്നതിനുള്ള അനുമതിയും എല്ലാം ലഭ്യമാകേണ്ടത്. ഈ രണ്ട് ബില്ലുകളും കൃത്യമായി പാസ്സാവുകയും ചെയ്തു. ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇടപെടലുകളെല്ലാം തന്നെ, അതായത് വ്യാവസായിക രംഗമായാലും അനുബന്ധ രംഗങ്ങളിലായാലും ഏത് രീതിയിലാണോ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തെ കൃത്യമായും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിഷ്കരണം ഈ നിയമാനുസൃതമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ബില്ലുകൾ കൊണ്ടുവരികയും ചെയ്തത്. ഈ ബില്ലുകൾ രണ്ടും പാസ്സായിരിക്കുന്നു. ട്രംപ് അത് ഒപ്പുവെച്ചിരിക്കുന്നു. അതോടുകൂടി ആ ബില്ലുകൾ പാസ്സായത് കൃത്യമായും ഈ കുടിയേറ്റം ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത്, അങ്ങനെ വിഷാദമായ നടപടികളാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത്. അതെല്ലാം തുടങ്ങി വെക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്തയാണ് പുറത്ത് വന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.